പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഞാൻ ഷാലി ടീച്ചർ. മലയാള നോവൽ സാഹിത്യത്തെ തന്നെ ക്ലാസിക് തലത്തിലേക്ക് ഉയർത്തിയ കലാധിവർത്തിയായ ഖസാക്കിൻ്റെ ഇതിഹാസം എന്ന പുസ്തകമാണ് ഞാനിന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. മലയാള ഭാഷയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഈ കൃതി മലയാള സാഹിത്യ ചരിത്രത്തിൽ തന്നെ ഒരു പ്രകാശഗോപുരമായി നിലനിൽക്കുന്നു. നോവലിസ്റ്റ്, ചെറുകഥാകൃത്ത്, കാർട്ടൂണിസ്റ്റ്, രാഷ്ട്രീയ ചിന്തകൻ, പത്രപ്രവർത്തകൻ എന്നീ നിലകളിൽ വിളങ്ങിയിരുന്ന ഒ വി വിജയൻ്റെ മികച്ച സംഭാവനയാണ് ഈ കൃതി. ഇപ്പോൾ DC ബുക്സാണ് ഇതിൻ്റെ പ്രസാധകർ. 50-ലേറെ എഡിഷനുകൾ പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ദർശനങ്ങളും മിത്തുകളും കാൽപ്പനികതയും ലയിച്ചു കിടക്കുന്ന അപൂർവ കൃതി. കിഴക്കൻ പാലക്കാടിൻ്റെ തമിഴ് കലർന്ന മലയാളവും മുസ്ലിം സമുദായത്തിലെ റാവുത്തർമാർ എന്ന് വിളിക്കുന്ന ജനവിഭാഗത്തിൻ്റെ ഭാഷാശൈലിയും കൊണ്ട് സമ്പന്നമാണ് ഈ നോവൽ. പാലക്കാട് ജില്ലയിലെ തസ്രാക്ക് എന്ന കരിമ്പനകൾ നിറഞ്ഞ പ്രദേശത്തിൻ്റെ കഥയായിട്ടാണ് ഖസാക്കിൻ്റെ ഇതിഹാസം വായനക്കാരൻ്റെ മുമ്പിലെത്തുന്നത്. ഖസാക്ക് എന്നത് സാങ്കല്പിക പാലക്കാടൻ ഗ്രാമമാണ്. പ്രകൃതി കൊണ്ടും കഥാപാത്രങ്ങളുടെ സവിശേഷത കൊണ്ടും പ്രാകൃതമായ ആചാരങ്ങളൊക്കെയുള്ള വളരെ വ്യത്യസ്തമായൊരു ഗ്രാമം. ഈ ഗ്രാമത്തിലേക്ക് ഏകാധ്യാപക വിദ്യാലയം ആരംഭിക്കുന്നതിനായി നാഗരികതയിൽ നിന്നും എത്തിച്ചേരുന്ന രവി എന്ന അധ്യാപകന്റെ ഖസാക്കിലെ ജീവിതമാണ് ഈ നോവലിലെ പ്രതിപാദ്യം. 28 അധ്യായങ്ങളിലൂടെ ഇത് കടന്നു പോകുന്നു. 1-ാം അധ്യായം വഴിയമ്പലം തേടി എന്നതിൽ നോവൽ ആരംഭിക്കുന്നത് കൂമൻകാവിൽ ബസ് ചെന്ന് നിന്നപ്പോൾ ആ സ്ഥലം രവിക്ക് അപരിചിതമായി തോന്നിയില്ല എന്നും 28-ാം അധ്യായം കഥാന്തരത്തിൽ ബസ് വരാനായി രവി കാത്തുകിടന്നു എന്ന് പറഞ്ഞുകൊണ്ട് നോവൽ അവസാനിക്കുന്നു. കഥാപാത്രങ്ങളൊക്കെ ജീവിച്ചിരിക്കുന്നതായി വായനക്കാർക്ക് തോന്നും വിധമാണ് ഇതിൻ്റെ രചന. ശിവരാമൻ നായരുടെ വീട്ടിലെ ഞാറ്റുപുരയിൽ തുടങ്ങിയ ഏകാധ്യാപക വിദ്യാലയത്തിൽ കൊഞ്ഞനായ അപ്പുക്കിളി മുതൽ കുറേ കുട്ടികൾ പഠിക്കാനെത്തുന്നു. വിദ്യാലയം ആരംഭിക്കുമ്പോൾ സ്വാഭാവികമായി ഒരുപാട് എതിർപ്പുകൾ രവിക്ക് നേരിടേണ്ടി വരുന്നുണ്ടെങ്കിലും രവി അധ്യാപകനായി ഖസാക്കിലെ പ്രാകൃത സംസ്കാരത്തിൻ്റെ ഭാഗമായി മാറുന്നു. ഒടുക്കം ഖസാക്ക് വിടാനായി രവി തീരുമാനിക്കുന്നു. കൂമൻകാവിൽ ബസ് കാത്തു നിൽക്കുന്നു. കഥയിലെ പ്രധാന സംഭവങ്ങളെല്ലാം നടക്കുന്നത് ചിതലിമല എന്ന സാങ്കല്പിക മലയിൽ വെച്ചാണ്. വളരെയേറെ മനുഷ്യ കഥാപാത്രങ്ങളുള്ള ഈ നോവലിൽ കേന്ദ്ര കഥാപാത്രമായ രവി മുതൽ തേവാരത്ത് ശിവരാമൻ നായർ, നൈസാമലി, അള്ളാപ്പിച്ച മൊല്ലാക്ക, അപ്പുക്കിളി, മൈമുന, കുഞ്ഞാമിന, ചാന്തുമ്മ, കുപ്പുവച്ചൻ തുടങ്ങിയവരെല്ലാം തന്നെ വായനക്കാരനെ ആഴത്തിൽ സ്വാധീനിക്കുന്നവരാണ്. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത സസ്യജന്തുജാലങ്ങളും ഇതിൽ കഥാപാത്രമാകുന്നുണ്ട് എന്നുള്ളതാണ്. ചിതലിയുടെ താഴ്വരയിൽ പൂത്തുലഞ്ഞു നിൽക്കുന്ന ചെമ്പകവും പനയും അരയാലും സ്വൈരം വിഹരിക്കുന്ന മയിലുകളും മരിച്ചവരുടെ ആത്മാക്കളെന്ന് ഖസാക്കുകാർ കരുതുന്ന തുമ്പികളും മനുഷ്യരക്തം ഊറ്റിക്കുടിക്കുന്ന ഭൂതങ്ങളായ ഓന്തുകളും നോവലിൻ്റെ ഏറ്റവും ഒടുവിൽ രവിയുടെ കാൽപ്പടത്തിൽ വീണ്ടും പല്ലുകളമർത്തി സായുജ്യമടയുന്ന പാമ്പും എത്രയെത്ര സസ്യജന്തുജാലങ്ങൾ മിഴിവുറ്റ കഥാപാത്രമാകുന്നു. എത്ര വായിച്ചാലും മതി വരാതെ വീണ്ടും വീണ്ടും വായിക്കാൻ ഉൾപ്രേരണ നൽകുന്നു ഉജ്ജ്വലമായ ഈ കൃതി. നന്ദി, നമസ്കാരം.